ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് നാളെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ഏതൊക്കെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, ഏതാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അപ്പോൾ നാളെ നിഫ്റ്റി വീക്ക്ലി എക്സ്പയറി ആണ്. അപ്പം എന്നും ചെയ്യുന്നത് പോലെ തന്നെ നമ്മളൊന്ന് ഹയർ ടൈം ഫ്രെയിമിൽ ഒന്ന് ചെക്ക് ചെയ്യുവാണ്. ഞാനിവിടെ 1 ഡേ ടൈം ഫ്രെയിം എടുത്തിട്ടുണ്ട്. 1 ഡേ ടൈം ഫ്രെയിമിൽ എന്താണ് ആ ഒരു ബിഗ് പിക്ചർ എന്ന് നമുക്ക് നോക്കാം. സോ മാർക്കറ്റ് ആ ഒരു ഇലക്ഷൻ ദിവസം കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഫാള് തന്നിരുന്നു. അത് കഴിഞ്ഞ് കംപ്ലീറ്റ്ലി അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് 3 ദിവസത്തെ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ചെറിയ ഒരു നാരോ റേഞ്ചിൻ്റെ ഉള്ളിലാണ് നിഫ്റ്റി കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നടക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷനിൽ തന്നെ നമുക്ക് പറയാം ഒരു കൺഫ്യൂഷൻ ഉണ്ട്. കഴിഞ്ഞ ഒരു 3 ദിവസമായിട്ട് ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് നിഫ്റ്റി ഒന്ന് കൺസോളിഡേഷൻ ചെയ്ത് നിൽക്കുന്നത്. അപ്പം ഇനി നമുക്ക് ഇൻട്രാഡേ പ്രൈസ് ആക്ഷനിലോട്ടൊന്ന് പോകാം. ആൻഡ് ഓൾസോ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ബിഗ് പിക്ചർ അതായത് 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിൽ കംപ്ലീറ്റ്ലി അപ്പ് ട്രെൻഡിലാണ് ഉള്ളത്. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക. കംപ്ലീറ്റ്ലി ഒരു അപ്പ് ട്രെൻഡിലാണ് ഉള്ളത്. ഇതുവരെ ലാസ്റ്റ് 3 ദിവസത്തെ പ്രൈസ് ആക്ഷൻ നോക്കുവാണെങ്കിൽ പോലും മാർക്കറ്റ് ഒരു സ്ട്രോങ് അപ്പ് ട്രെൻഡിങ്ങിലാണ് ഉള്ളത് നിഫ്റ്റി. ഇനി നമുക്ക് ഇൻട്രാഡേ ടൈം ഫ്രെയിമിലോട്ട് നോക്കാം. ഇൻട്രാഡേ ടൈം ഫ്രെയിമിൽ എൻ്റെ ഫേവറേറ്റ് ടൈം ഫ്രെയിമായ 3 മിനിറ്റ് ടൈം ഫ്രെയിം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 3 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നിഫ്റ്റി ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വളരെ ചെറിയ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരുന്നു. ദെൻ ഫൈനലി ഈ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തതായിട്ട് കാണാം. ബട്ട് ഇന്നത്തെ മാർക്കറ്റിൽ ആ ഒരു ബ്രേക്ക് ഔട്ടൊന്നും അത്ര പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ആ ഒരു ലെവലിൽ തന്നെ നിഫ്റ്റി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻട്രാഡേ ചെയ്യുന്ന സമയത്ത് നാളെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ, ഏതൊക്കെ രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ലാസ്റ്റ് 3 ദിവസം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സിമിലർ പ്രൈസ് ആക്ഷനാണ് ഉണ്ടായിരുന്നത്. മോർണിംഗിലൊരു അപ്സൈഡ് മൂവ്, ദെൻ ഈവനിങ് സെക്കൻഡ് ഹാഫിലൊരു സെല്ലിംഗ്, മോർണിംഗിലൊരു ട്രെൻഡിങ് ഒരു അപ്പ് ട്രെൻഡിങ് മൂവ്, ദെൻ സെക്കൻഡ് ഹാഫിലൊരു സെല്ലിംഗ്. ഇന്നത്തെ മാർക്കറ്റിലും സെക്കൻഡ് ഹാഫിലൊരു സെല്ലിംഗ്. അപ്പോൾ നാളെയും സിമിലർ പാറ്റേൺ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ലെവൽസ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിഫ്റ്റിയുടെ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഹൈ പോയിൻ്റ് ആണ്. അപ്പോൾ ഞാനതൊരു റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആയിട്ട് എടുക്കാം. റെസിസ്റ്റൻസ് സോൺ അല്ലെങ്കിൽ ഒരു സപ്ലൈ സോൺ ആയിട്ട് നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. സോ ഞാനതവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സപ്ലൈ സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്? കാരണം ഇവിടെ നിന്നാണ് നിഫ്റ്റി അതിൻ്റെ മുകളിലോട്ട് പോകാൻ പറ്റാതെ അവിടെ നിന്ന് ഒരു സെല്ലിംഗ് നടന്നിരിക്കുന്നത്. നമുക്കിവിടെ 1, 2 തവണ 3 തവണ ഏകദേശം വന്നിട്ട് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാതെ അല്ലെങ്കിൽ ആ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് തിരിച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സപ്ലൈ സോണായിട്ട് നമുക്ക് അവിടെ എടുക്കാം. ദെൻ നമുക്കിനി താഴോട്ടുള്ള ആ ഒരു ഏരിയ, താഴോട്ടുള്ള ലെവൽ എന്ന് താഴെയുള്ള ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഈ ഒരു സ്വിങ് ഹൈ പോയിൻ്റ്, ഇതൊക്കെ വളരെ മൈനർ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ലെവലൊന്നല്ല. ഞാൻ ഫസ്റ്റ് ഡ്രോ ചെയ്ത ഈ ഒരു ഏരിയ കുറച്ചുകൂടി സ്ട്രോങ് ആണ്. രണ്ടാമത് ഡ്രോ ചെയ്ത ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈനർ സപ്പോർട്ട് അല്ലെങ്കിൽ മൈനർ സോണായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ദെൻ ഇന്ന് ക്ലോസിങ് ചെയ്ത പോയിൻ്റ്, ഇന്നത്തെ ഈ ഒരു ക്ലോസിങ് പോയിൻ്റ് 3 ലെവൽ ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ താഴോട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ കഴിഞ്ഞ ദിവസം ക്ലോസിങ് ചെയ്ത ഒരു പോയിൻ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏകദേശം ഒരു 4 പോയിൻ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോസിബിൾ മൂവ്മെൻറ്റ് ഔട്ട്കം നമുക്ക് നോക്കാം ഏതൊക്കെ രീതിയിൽ പോസിബിളാണ് നിഫ്റ്റി മൂവ്മെൻറ്റ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ചെയ്തതെന്ന് വിചാരിക്കാം. ഈ ഒരു ലെവലിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്തതെന്ന് വിചാരിക്കാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത് ഈ 2 സോണിൻ്റെ ഉള്ളിലാണ് ട്രേഡ് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വിചാരിക്കാം. സോ എന്താണ് നമ്മുടെ ഒരു ട്രേഡിംഗ് അപ്രോച്ച്? സോ ഡെഫിനറ്റ്ലി ഇതൊരു നോ ട്രേഡ് സോൺ എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഡെഫിനറ്റ്ലി ഇതൊരു നോ ട്രേഡ് സോൺ എന്നിരിക്കാം. കാരണം എന്താണ്, നമ്മൾ ഇതുപോലുള്ള വളരെ ചെറിയ നാരോ റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡുകൾ എടുക്കുന്നത്, എസ്പെഷ്യലി ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്ന ഒരാൾ ട്രേഡ് എടുക്കുന്നത് വളരെ മണ്ടത്തരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഡയറക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഓപ്ഷൻ ബൈയിങ്ങിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ ചെറിയ ചെറിയ പ്രോഫിറ്റുകൾ എടുക്കും, ചിലപ്പോൾ ലോസുകൾ എടുക്കും. പക്ഷേ നമ്മൾ ഇതുപോലുള്ള റേഞ്ച് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ്, വലിയ ട്രെൻഡിങ് മാർക്കറ്റ് വരുന്ന സമയത്ത് നമ്മളത് അവോയ്ഡ് ചെയ്യും. ഇതുപോലെ ഷോർട്ട് നാരോ റേഞ്ചിൽ നമ്മൾ കൂടുതൽ ട്രേഡുകൾ എടുക്കും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ദെൻ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ, അപ്സൈഡോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടക്കുവാണെങ്കിൽ, ഈ ഒരു സ്വിങ് ഹൈൻ്റെ മുകളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടന്ന് ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ നമുക്കൊരു സ്കാൾപ്പിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കവിടെ ഉണ്ടാവും. ഈ ഒരു ലെവലിൻ്റെ മുകളിൽ നിന്ന് നമുക്കൊരു കോൾ ഓപ്ഷൻ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് ഉടനെ തന്നെ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല. ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾക്കറിയാവുന്ന നോളജ്, അതായത് പ്രൈസ് ആക്ഷൻ നോക്കൂ. അതായത് ഇവിടെ എങ്ങനെയാണ് പ്രൈസ് ബിഹേവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഒരു ക്യാൻഡിൽസ്റ്റിക് ഫോർമേഷൻ നടക്കുന്നത്, മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ് എന്ന കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം ആയിരിക്കണം ആ ഒരു ട്രേഡ് കോൾ ഓപ്ഷനിൽ നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അതായത് ഇതിൻ്റെ മുകളിൽ ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആണ് നടക്കുന്നത്. പ്രോപ്പർ ബ്രേക്ക് ഔട്ട് മീൻസ് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക ആൻഡ് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ മൊമെൻറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ട്രേഡ്. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമുക്കറിയാം. ഈ ഒരു സ്ട്രക്ചറൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുവാണെങ്കിൽ അപ്പ് സൈഡ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ അറ്റ് സെയിം ടൈം ഇതൊരു സെനാരിയോ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലെവൽസ് നോക്കുവാണെങ്കിൽ 23,400 മുകളിൽ 23,400 മുകളിൽ നമുക്കൊരു സ്കാൾപ്പിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്കാൾപ്പിംഗ് ഓപ്പർച്യൂണിറ്റി. സ്കാൾപ്പിംഗ് മീൻസ് നമ്മൾ വലിയ ടാർഗറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. തൊട്ട് മുകളിൽ നമുക്കവിടെ റെസിസ്റ്റൻസ് സോൺ ഉള്ളതുകൊണ്ട് തന്നെ, സപ്ലൈ സോൺ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ സ്കാൾപ്പിംഗ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനിയൊരു ഫാൾസ് ബ്രേക്ക്ഔട്ട്, അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് താഴോട്ട് വീണ്ടും വരുവാണെങ്കിൽ, ഈ ഒരു സ്ട്രക്ചർ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പുട്ട് ഓപ്ഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ലെവലിൽ നിന്ന് നമുക്കൊരു പുട്ട് ഓപ്ഷൻ, അതായത് ഒരു 23,400 ലെവലിൽ നിന്ന് ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ട് നടക്കുവാണെങ്കിൽ മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ, ആ ഒരു ലെവലിൽ നടക്കുന്ന പ്രൈസ് ആക്ഷനൊക്കെ നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്നൊരു പുട്ട് ഓപ്ഷനിലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം എന്ന് പറഞ്ഞത് ഒന്ന് സെക്കൻഡറി ആയിട്ട് എടുക്കേണ്ടതാണ്, ഒരു ഓപ്ഷനാണ്. ലൈക്ക് ഇത് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ പ്രൈസ് ആക്ഷൻ നോളജ് ഡിപ്പെൻഡ് ചെയ്തതാണ്. മാർക്കറ്റിൽ നമുക്ക് ആ ഒരു ഫാൾസ് ബ്രേക്ക്ഔട്ടൊക്കെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇനി രണ്ടാമത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് റൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത് ഓപ്പർച്യൂണിറ്റി, ഇനി ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴോട്ടാണ് വരുന്നതെങ്കിലും സെയിം താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത്, അതായത് ഈ ഒരു 23,300 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ, മൂന്നാമത്തെ കാര്യം 23,300 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്താണ് പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. പുട്ട് ഓപ്ഷനിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞ് ഇതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യണം എന്ന് വിചാരിക്കുക. സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. സസ്റ്റെയിൻ ചെയ്യുക മീൻസ് അത് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് അവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക്, അറ്റ്ലീസ്റ്റ് ഒരു 3 മിനിറ്റിൻ്റെ ഒരു 1-2 ക്യാൻഡിലൊക്കെ ഫോർമേഷൻ നടത്തി കഴിഞ്ഞിട്ട് മാത്രം പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. അതും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്കാൾപ്പിംഗ് ട്രേഡാണ്. കാരണം സ്കാൾപ്പിംഗ് എന്തുകൊണ്ട് സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ബിഗ് 1 ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ കണ്ടിരുന്നു മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആണ് ഒരു ചെറിയ നാരോ റേഞ്ചിലുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ചെറിയ പോയിന്റുകൾ സ്കാൾപ്പ് ചെയ്ത് മാറി എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒക്കെ ആ ഒരു മൊമെൻറ്റം ക്യാപ്ചർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഇനി താഴോട്ട് വരുന്ന 23,300 ലെവൽ ഒരു ഫാൾസ് ബ്രേക്ക് ഡൗൺ തന്നിട്ടുണ്ടെങ്കിലോ, അതായത് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ചെയ്തു, അത് സസ്റ്റെയിൻ ചെയ്യാതെ തിരിച്ച് മുകളിലോട്ട് കയറുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു കോൾ ഓപ്ഷൻ എടുക്കാം. ഈ ഒരു പോയിന്റിൽ നിന്ന് അത് ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ ആണെങ്കിൽ അവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് കോൾ ഓപ്ഷനിലൊരു ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇടയിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പായിട്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഏതൊക്കെയാണ് സെനാരിയോ ഞാനവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഉള്ളത്, ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്കുള്ളത് നാളെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഏതൊക്കെ രീതിയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാൻ നോക്കാം. ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ, സോ ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്താണ്, ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ലെവലിൽ വരുന്ന സമയത്ത് ഇതൊരു പുൾ ബാക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആ കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് പ്രൈസ് അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഇവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് നമുക്ക് ഇവിടെ നിന്നൊരു പുട്ട് ഓപ്ഷൻ ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗ്യാപ്പ് ഡൗണിലാണെങ്കിൽ ഈ ഒരു ലെവൽ 23,000 പുൾ ബാക്ക് വരുന്ന സമയത്ത് ഒരു പുട്ട് ഓപ്ഷൻ പ്ലാൻ ചെയ്യാം. ആൻഡ് ഓൾസോ തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നൊന്ന് കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ സെല്ലിങ് ചെയ്യാതിരിക്കുക. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ നിന്നൊക്കെ ഈ ലെവലിൽ നിന്നൊക്കെ ട്രാപ്പുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലോട്ട്, അപ്പോൾ അതുപോലെ തന്നെ ഇന്നും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. നല്ല ക്ലിയർ സ്ട്രക്ചർ മീൻസ് ഇതുപോലുള്ള സ്ട്രക്ചർ തന്ന് ബ്രേക്ക് ഡൗണിലേക്ക് തീരുവാണെങ്കിൽ മാത്രം ട്രേഡ് എടുക്കുക. ഇല്ലെങ്കിൽ അതൊരു ഫാൾസ് ബ്രേക്ക് ഡൗൺ ആവാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ മുൻകൂട്ടി കണ്ടിട്ട് വേണം നാളത്തെ മാർക്കറ്റിൽ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടുള്ളത്.
ഓക്കെ. ആൻഡ് ഇതിൻ്റെ താഴെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ വീണ്ടും ഫർദർ ഡൗൺ സൈഡ് ഫാൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഒരു ഫാസ്റ്റ് ബ്രേക്ക് ഡൗൺ തന്ന് തിരിച്ചതുപോലെ മുകളിലോട്ട് പോകാൻ സാധ്യതയാണ് കാണുന്നത്. അപ്പം എനിവേ ഓവറോൾ നോക്കുവാണെങ്കിൽ മാർക്കറ്റിൽ 2 കാര്യമാണുള്ളത്. പ്രത്യേകിച്ച് വലിയ ഡയറക്ഷനൊന്നുമില്ല. മാർക്കറ്റ് ഒരു റേഞ്ച് മാർക്കറ്റാണ് നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന സമയത്തും സ്കാൽപ്പിംഗ് ചെറിയ പോയിന്റുകൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി നോക്കുക, അല്ലെങ്കിൽ റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ കിട്ടുന്ന ട്രേഡുകൾ മാത്രം നോക്കാൻ വേണ്ടി എടുക്കുക. ആൻഡ് ജസ്റ്റ് 1-2 ഈ ഒരു ആഴ്ച എനിക്കൊന്ന് ഇനി 2 ദിവസം കൂടി ഉള്ളൂ. അത് 2 ദിവസം കൂടി ഒന്ന് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് വീക്ക് അറ്റ്ലീസ്റ്റ് നല്ല മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം മാർക്കറ്റ് ഒരുപാട് നാളുകൾ ഒരു ട്രേഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ ട്രേഡ് നടക്കില്ല. ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തരും. ഓക്കെ. സോ അപ്പോൾ ഇതാണ് നാളത്തെ നിഫ്റ്റിയുടെ എൻ്റെ വ്യൂ. ഓക്കെ. സോ അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നോക്കുക.